ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് ടിപ്സ് അടങ്ങിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് കണ്ടു നോക്കാം. ഇതുപോലെ ചേമ്പ് കഴിക്കാതെ വീട്ടിലുള്ളവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഏത് കഴിക്കാത്തവരും കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാന്താരി മുളകും തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുത്തി ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലിട്ടിട്ട് തന്നെ ഞാൻ ചതച്ചെടുക്കുന്നത്. എൻ്റെ കുത്തുകല്ല് ചെറിയതായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ചേമ്പൊന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചേമ്പ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവരും കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ അതുപോലെ ഇതൊരു ചതച്ചെടുത്ത ശേഷം തേങ്ങയും കാന്താരി മുളകും കൂടെ ചേമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കട്ടൻ ചായയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പും കൂടെയാണ്. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ടോ, നമ്മളെ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് പെട്ടെന്ന് സോക്കായി കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കുറച്ച് പാലുണ്ടെങ്കിൽ പാലും കൂടെ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് സോക്കായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ അടിക്കാൻ എളുപ്പമാകും. ടിപ്സ് 3 കേട്ടോ, കണ്ടു നോക്കാം. ഞാൻ കുറച്ച് മൈലാഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കളർ കുറഞ്ഞ മൈലാഞ്ചി ആണെങ്കിൽ ഇതുപോലെ കുറച്ച് ചായപ്പൊടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി അമ്മിയിലാണെങ്കിൽ ഈ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്ത ശേഷം അതിൻ്റെ കളർ തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് നമ്മുടെ നഖത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കളർ കിട്ടും. അതുപോലെ കുഴി നഖങ്ങളോ കാര്യങ്ങളുടെ ഒക്കെ മാറി കിട്ടും. ടിപ്സ് നമ്പർ 4. ഇതുപോലെ എല്ലാവർക്കും ചെടികൾ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഗ്ലോണിമ കാട് പോലെ വളരാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ ട്രൈ ചെയ്ത് എടുത്തത് തന്നെയാണ്. അപ്പോൾ ആ രീതി നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ കാട് പോലെ വളരാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ രാസവളങ്ങളോ പുറമെന്ന് വാങ്ങിയിട്ട് കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് മണ്ണൊക്കെ ഇതുപോലെ എടുത്ത് ഒരു ഭാഗത്തേക്ക് കൂട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ തൈകളൊക്കെ ചട്ടിയിൽ നിന്നൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചകിരിച്ചോറ് നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഇലകളാണ് കേട്ടോ, കരിയിലകൾ. നമ്മുടെ വീട്ടിൽ എത്രയും മുറ്റത്തും തൊടിയിലൊക്കെ ഉണ്ടാവില്ല ഈ കരിയിലകൾ. ഇതൊക്കെ നല്ലൊരു ജൈവവളം തന്നെയാണ്. അതുപോലെ നല്ല രീതിയിൽ തൈകളൊക്കെ വളരാൻ സഹായിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നവരേക്കാളും അറിയാത്തവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പും കൂടെയാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഒന്ന് ചെറുതാക്കി പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇലക്ക് ചെറുതായിട്ടൊരു എന്താ പറയുക, ഉറപ്പുള്ള ഇല ആയ കാരണം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചട്ടകം വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ചേർക്കേണ്ട. ഈ ഇലകൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കുറച്ച് മുമ്പ് ചെയ്തെടുത്തത്. അപ്പോൾ തന്നെ തൈകൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ അത് വീണ്ടും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്നൊക്കെ തൈകളൊക്കെ അടർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വേനലും വരണ്ട സമയമൊക്കെ ആവുകൊണ്ടേ കിട്ടാൻ നല്ല താമസമായിരുന്നു ചട്ടിയിൽ നിന്ന് തൈ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചട്ടി തന്നെ കമഴ്ത്തി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ തൈകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഞാൻ പോട്ടിലൊക്കെ മിക്സ് ചെയ്യണതും വെക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അധിക വേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ അധികമുള്ള വേരൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ തൈയുള്ളെങ്കിലും നമുക്ക് വീട്ടിൽ കുറേ ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഒരു തൈയിൻ്റെ ഈ ഒരു പോർഷനിൽ വെച്ച് മുറിച്ചിട്ട് 2 ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തൈയും അതുപോലെ മുറിച്ചെടുത്ത ഭാഗം കൂടെ മിക്സ് 2 തൈയായി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത വെച്ച പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നല്ല രീതിയിൽ തന്നെ തൈ ഉണ്ടാവും ചെയ്യും കേട്ടോ. അങ്ങനെ പോട്ടിലൊക്കെ മണ്ണ് നിറച്ച ശേഷം ഞാൻ ചട്ടകം കൊണ്ട് കുഴിയാക്കിയ ശേഷം ഇതിലേക്ക് തൈ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വല്ല പുല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറിച്ച് ഒഴിവാക്കുന്നത് നല്ലതാണ്. അങ്ങനെ മിക്സ് ചെയ്ത ശേഷം തൈയൊക്കെ വെച്ച് നമുക്ക് നനച്ച് കൊടുക്കും കൂടെ ചെയ്യാം. അങ്ങനെ നനച്ച് കൊടുത്തിട്ട്
നമുക്ക് ചട്ടികളൊക്കെ യഥാസ്ഥാനത്ത് തന്നെ വെക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. നല്ല മണ്ണായിരുന്നു, അപ്പോൾ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതുപോലെ വേറെ പോട്ടുകളും എടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ പോട്ട് ഫില്ല് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. തൈകൾ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ഏത് തൈകളുണ്ടെങ്കിലും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള നല്ല രീതിയിലുള്ള ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടിപ്സും കൂടെ അടങ്ങിയ വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള കുറേ ടിപ്സ് അടങ്ങിയ വീഡിയോ ചാനലുണ്ട്. അപ്പോൾ കയറി കണ്ട് നോക്കി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തൈകളൊക്കെ ചട്ടികളിലൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് നനച്ച് കൊടുത്ത് തെയ്യൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക എന്നുള്ള നിലക്കാണ് പൈപ്പൊക്കെ പിടിച്ചൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയിലൊക്കെ നിറച്ച് മണ്ണുണ്ട്, അതൊക്കെ ഒന്ന് പൈപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ തൈകളൊക്കെ എത്രയും ചട്ടികളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പുഷ്ടിയായിട്ടുണ്ടാവും ചെയ്യും കേട്ടോ. ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസുകളുമായി ഇനിയും വരുന്നതാണ്. അത് വരുന്നത് വരേക്കും ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.